ഒരു ആട് മശൂയാക്കുന്ന പരിപാടിയായിട്ട് ആട് തിരഞ്ഞിറങ്ങിയതാട്ടാ. കാടും മലകളും താണ്ടി ഒരു ആട് തിരച്ചിലിനോടിൽ അവസാനം നമുക്ക് ആടിന് ലഭിച്ചിട്ടാ. ചോരയും അറക്കലൊന്നും നമ്മൾ യൂട്യൂബ് മുതലാളിക്ക് പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അവസാനം നമ്മൾ ആട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി. അതിനുശേഷം നമ്മൾ കത്തി കൊണ്ട് അതിന് മുകളിൽ മൊത്തം ഹോളിട്ടിട്ടോ. കാരണം മസാലയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉപ്പ് തേച്ച് നല്ലോണം എല്ലാ ഭാഗത്തും ഉപ്പ് തേച്ചു. അതിനുശേഷം നമ്മൾ ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മുകളിൽ മൊത്തം തേച്ചു. എന്നിട്ട് ആടിൻ്റെ വയറിലേക്ക് നിറക്കാനൊരു മിക്സ് ഉണ്ടാക്കി. വേവിച്ച ബസ്മതി റൈസിലോട്ട് സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുപോലത്തെ എല്ലാ മിശ്രിതങ്ങളും മിക്സ് ചെയ്ത് കണ്ട് നമ്മൾ ആടിൻ്റെ വയറിലോട്ട് നിറച്ചിട്ടു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അൻവറിനും മസാല തേക്കാമെന്നൊരു പൂതി. വീണ്ടും ഓനെ കൊണ്ടൊരു മസാല. അവസാനം നമ്മളെ ഫൈനൽ കട്ടാട്ടാ. നമ്മൾ തുന്നി കൂട്ടുകയാണ്. വയറിൽ ചോറൊക്കെ നിറച്ചു. അത് തുന്നി കൂട്ടി ഭദ്രം. ആടിന് നമ്മൾ ചെമ്പിലേക്ക് ഇറക്കി അത്യാവശ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം മൈദ കൊണ്ട് സൈഡ് ഭാഗം മൊത്തം ചുറ്റി നമ്മൾ കത്തിച്ചിട്ടാ. വീണ്ടും അൻവറിനൊരു പൂതി. ഞാൻ തുറക്കാം, ഞാൻ ഓപ്പൺ ആക്കാം എന്നുള്ളത്. ഓൻക്കാനെ വിട്ടുകൊടുത്ത് നമ്മൾ. അവസാനം അതിൻ്റെ ഓപ്പൺ ആക്കിയപ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ സ്മെല്ല്, ഓഹോ, അതേപോലെ ആയിരുന്നു ടേസ്റ്റും. മട്ടൻ വെന്തിട്ടില്ല എന്നാരും പറയില്ല. കാരണം ആ മട്ടൻ കണ്ടാൽ അറിയാം. ആ എല്ല് വരെ ഊരി ഇറച്ചി വന്നിട്ട് ഊരിപ്പോകുന്ന അത്രയും സോഫ്റ്റായിട്ടുള്ള മട്ടനായിരുന്നു കേട്ടോ. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നല ഘട്ടാട്ടോ. മാഷാ അല്ലാ, മട്ടൻ എന്ന് പറഞ്ഞാൽ പൊളി മട്ടനായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന റൈസും. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഒപ്പമുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് പൊളിയായിരുന്നു എന്നുള്ളത്. ഇത് കണ്ടങ്ങൾ ആ മട്ടൻ്റെ മഹിമ എടുത്ത് പറയണ്ടല്ലേ. കണ്ടങ്ങൾ ഓ എജ്ജാതി സാധനം മക്കളെ. കഴിക്കാൻ നമ്മളെ പള്ളിക്കത്തെ മൂല്യന്മാരും വിളിച്ചിട്ടാ. ഓർക്കുണ്ടാവില്ല ഇങ്ങനത്തെ മട്ടൻ എന്നൊരു പൂതി. ഇങ്ങനത്തെ ഒരു വൈബ് ഉണ്ടാക്കാൻ അവർക്കുണ്ടാവും പൂതി. പക്ഷേ അവർക്ക് പങ്കെടുക്കാൻ പറ്റൂല, അവരുണ്ടാവില്ല. അപ്പം നമ്മളത് കൂട്ടി അവർ. എന്തായാലും സംഗതി പൊളിയായിരുന്നു. പൊപ്പളാപ്പായിരുന്നു. പൊളിച്ചടക്കി പൊളിയായിരുന്നു എന്ന് ഞാൻ പറയില്ല കേട്ടാ. അവിടെ ഇരുന്ന് കഴിച്ചവരൊക്കെ മാഷാ അല്ലാ എന്ന് പറയാതെ അവിടെ നീച്ചു പോയിട്ടില്ല. അതാണ് മട്ടൻ മൊഷായ്. അവസാനത്തെ അവസ്ഥ ഒരു പൊടി ഇറച്ചിയും വേണ്ട, ഒരു പൊടി റൈസ് ഉണ്ടാ മക്കളെ. ബായ്.